കുറച്ച് നാൾ മുമ്പാണ് എൻ്റെ നാട്ടിലൊരു അടിപിടി കേസുണ്ടായി. എനിക്കറിയുന്നവരാണ് എല്ലാവരും. ആ അടിപിടി ഉണ്ടായ ദിവസം ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിനോടനുബന്ധിച്ച് വാഹനത്തിന് കുറച്ച് കേടുപാടുകൾ, ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. കേസായി. കേസ് കോടതിയിൽ നടന്നു വരികയാണ്. പല അവധികൾ വെച്ച് പല വാദങ്ങൾ കഴിഞ്ഞ് അങ്ങനെ അത് തുടർന്നു പോവുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ എന്നെ സമീപിച്ച് ഇതൊന്ന് പറഞ്ഞു തീർക്കണം, പൈസയൊക്കെ കൊടുക്കാനായിട്ടില്ലാതായിരിക്കുന്നു, അതുകൊണ്ട് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മധ്യസ്ഥതയിൽ ഇരുകൂട്ടരെയും വിളിച്ച് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി. ഇരുവർക്ക് സ്വീകാര്യമായ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കാൻ ഞാൻ അഡ്വക്കേറ്റുമായ അവിടെ ചെന്ന് കോടതിയിൽ ചെന്ന് ഇങ്ങനെ ഞങ്ങൾ തീർന്നിട്ടുണ്ട് എന്ന് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേസിൻ്റെ അടുത്ത അവധിക്ക് തന്നെ അവിടെ എത്തി. പബ്ലിക് പ്രോസിക്യൂട്ടറെയും കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. കാര്യങ്ങളെല്ലാം പറഞ്ഞു തീരട്ടെ, പറഞ്ഞു തീർന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോടതിയിൽ ചെന്നു. എനിക്ക് കോടതി നടപടികളെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു അറിവില്ല. എങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ ഇവരോടൊപ്പം ഞാനും പോയി. വാദിയും പ്രതിയുമുണ്ട് അതിൻ്റെ അകത്ത്. അവിടെ ചെന്ന് ആദ്യം കോടതി വിളിച്ചു. അത് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ കോടതി മുമ്പാകെ വാദിയായിട്ടുള്ളയാൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഒത്തു തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി അത് കേട്ടതിന് ശേഷം ഇത് സ്ക്വാഷ് ചെയ്യണം, അതിനായിട്ട് ഹൈക്കോടതിയിൽ പോകേണ്ടതുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ നിയമമുണ്ട് എന്ന് വരാം. ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചപ്പോൾ അത് ശരിയാണ്, അങ്ങനെ ഒരു നിയമമുണ്ട്, എങ്കിലേ ഇത് കേസ് ഒത്തുതീർപ്പിലായാലും സ്ക്വാഷ് ചെയ്തിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ഒരു 4-5 മാസം, ഏറിയാൽ 3 മാസം ഈ കേസ് നീണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലും വക്കീലിന് വെച്ച് വാദിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയും കുറേയധികം പൈസ ഇരുകൂട്ടരും കൊടുക്കേണ്ടി വരുമെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ യാതൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ ചില അനുഭവങ്ങൾ ഈ അവസരത്തിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി റിട്ടയർഡ് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ, അദ്ദേഹം ജഡ്ജി ആയിരുന്ന കാലത്ത് കോടതികളിൽ വരുന്ന കേസുകളിൽ കഴിയുന്നത്ര കോടതിക്ക് പുറത്തു വച്ച മധ്യസ്ഥത പറഞ്ഞ് തീരണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം, അതിന് കോടതി തന്നെ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞ് എല്ലാ കോടതികളിലും ഒരു അദാലത്ത് നടത്തുകയുണ്ടായി. ഇപ്പോഴും അത് നിലവിലുണ്ട്. ചേർത്തലയിലെ കോടതിയിലുമുണ്ട് അദാലത്ത്. അപ്പോൾ ആ അദാലത്തിൽ പരാതിക്കാർ പെറ്റീഷൻ കൊടുക്കുകയാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർന്നതിന് ശേഷം അത് കോടതിയിലുള്ള കേസാണെങ്കിൽ കോടതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കേസിൽ നിന്ന് പിന്മാറാനായിട്ട് സാധിക്കും. ഒത്തുതീർപ്പാകുന്നത് ഇത് കോടതി തന്നെ മുൻകൈ എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ അദാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒത്തുതീർന്നിട്ടും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കാൻ പറ്റാത്ത കോടതിയായി മാറുന്നു എന്നുള്ളതാണ്. മറ്റൊരു അനുഭവം എന്താണെന്ന് വെച്ചെന്നാൽ, ഞാൻ 1990 ഒരു
അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് ഓഫീസറായിരുന്നു സാക്ഷരതാ സമിതിയുടെ. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് സഹസ്ര എന്നൊരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് വിവാഹബന്ധം വേർപെടുത്താൻ ഇഷ്ടമില്ല, പക്ഷേ എന്നെ അങ്ങനെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അപ്പോൾ അതിനുകൊണ്ട് കേസ്. ആ കേസ് ഒത്തുതീർപ്പാകണം. ഇവൾ മനസ്സാ ഈ പയ്യനോടുകൂടി പോകാനിരിക്കുകയാണ്. പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ എഴുതുന്നത്. ഏതായാലും ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഇത് എങ്ങനെയാണ് ഒത്തുതീർക്കുക എന്ന് എനിക്കറിയില്ല. പറയാം, സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നൊരു സ്ഥാപനം എറണാകുളത്തുണ്ട്. അവർ ഒത്തുതീർപ്പ് നടത്തുന്നതിന് ഒരുപാട് ജഡ്ജിമാരുണ്ട് അവിടെ, റിട്ടയർ ചെയ്തവരാണ്. ജസ്റ്റിസ് ശ്രീമതി പി ജാനകി, റിട്ടയർഡ് ജസ്റ്റിസ് പി ജാനകി അമ്മയാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. സെക്രട്ടറി റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ എൻ സുകുമാരനാണ്. അവരെ കണ്ടാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. അങ്ങനെ അവരെ കണ്ടു. എറണാകുളത്ത് പോയി രവിപുരത്തുള്ള ഓഫീസിൽ ചെന്ന് അവരെ കണ്ട് സംസാരിച്ച് അവരെയൊക്കെ പറഞ്ഞു തീർക്കുകയും പിന്നെ ഏതോ വിധത്തിൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് തീർക്കുകയും ചെയ്തു. ഇതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവം വന്നതോടുകൂടി ഞാനൊരു തീരുമാനമെടുത്തു. സാക്ഷരതാ സമിതിയിൽ ഞാൻ എടുക്കുകയല്ല, സാക്ഷരതാ സമിതിയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞു, നമുക്ക് ഒരു പരാതിരഹിത ഗ്രാമം സൃഷ്ടിക്കണം. അതിൻ്റെ മുന്നോടിയായിട്ട് നിലവിൽ എന്തെല്ലാം പരാതികൾ ജനങ്ങൾക്കുണ്ടോ അത് സ്വീകരിക്കുകയും ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക. നിലവിൽ പരാതികൾ കോടതിയിലുള്ളവർ അത് പറഞ്ഞു തീർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ PCSJയുടെ സഹായത്തോടുകൂടി നമുക്ക് പറഞ്ഞ് തീർക്കാം എന്നിങ്ങനെ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു നീതിമേള നടത്താൻ തീരുമാനിച്ചു. പട്ടണക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് നീതിമേള. 74 പരാതികളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ കോടതിയിലുള്ളതുണ്ട്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളതുണ്ട്. അങ്ങനെ അതിനെല്ലാം തരംതിരിച്ച് ഈ റിട്ടയർഡ് ജസ്റ്റിസുമാർ തരംതിരിച്ച് വിവിധ വകുപ്പുകളുടേതാക്കി മാറ്റി ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംസാരിച്ച് തീർക്കുക, പല കൗണ്ടറുകളായിട്ടിരുന്ന് സംസാരിച്ച് തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ചുരുക്കി പറയട്ടെ, റിട്ടയർഡ് ജസ്റ്റിസ് ജഡ്ജ് എൻ സുകുമാരനും റിട്ടയർഡ് ജഡ്ജ് KP പരമേശ്വര മേനോനും ചേർന്ന് പിന്നെ ഒരുപാട് അഡ്വക്കറ്റുമാരുമൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് 74 കേസിൽ 53 കേസുകൾ ഒത്തുതീർപ്പാക്കാനായിട്ട് കഴിഞ്ഞു. തുടർന്നത് കോടതിയിൽ മൂവ് ചെയ്ത് കോടതിയിലുള്ളവ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. ഇത് മാത്രമേ എനിക്ക് മുന്നനുഭവമുള്ളൂ. അപ്പോൾ ഈ മുന്നനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇത് കോടതിയിൽ നിന്ന് ശരിയാകും എന്ന പ്രതീക്ഷയിൽ ഞാൻ അവിടെ ചെന്നത്. എനിക്കവിടെ ഒന്നും പറയാനില്ലല്ലോ. ഞാൻ കോടതി നടപടികൾ വീക്ഷിച്ചുകൊണ്ട് കോടതിക്ക് പുറത്ത് നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ആ ചെറുപ്പക്കാർ കേസ് പറഞ്ഞു തീരാൻ തയ്യാറായിട്ടും സാധിക്കാതെ വരുന്നതിൽ വളരെ ഖിന്നരാണ്. എന്തോ ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഒന്നും ചെയ്യാനില്ല. കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞില്ലേ സ്ക്വാഷ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ കോടതികളുടെ ഇതുപോലുള്ള പിടിവാശികൾ കഴിയുന്നവർ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നുന്നത്. നിയമപ്രകാരം മതി. അദാലത്തുകൾ നടത്തി കേസുകൾ ഒഴിവാക്കി കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യം സുപ്രീം കോടതിയിൽ തന്നെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ മുഴുവൻ കോടതികളിലെ അദാലത്തുകൾ വന്നത്. അപ്പോൾ അതിന് തന്നെയല്ല, കോടതികളിൽ എന്തുമാത്രം കേസുകളാണ്. ഞാനവിടെ കോടതിയിൽ ചെന്ന ദിവസം തന്നെ എന്തുമാത്രം കേസുകളാണ്. ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്.
ഓരോ കേസ് വിളിക്കുന്നതും കാത്ത് പലതും അവധിക്ക് വയ്ക്കുന്നു. അങ്ങനെ അപ്പം അതുകൊണ്ട് കോടതിക്ക് പുറത്ത് വെച്ച കേസ് തീരാൻ താല്പര്യമുള്ളവരുടെ കാര്യത്തിൽ കേസ് തീരുന്നതിനെക്കുറിച്ച് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. കേസുകൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു നിമിഷത്തിൻ്റെ ഒരു വെറുപ്പിൽ നിന്നോ വൈരാഗ്യത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കും. പിന്നീട് അത് നീണ്ടു പോകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിന് ഒരു മാറ്റം സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിച്ച് തീർത്തു കഴിഞ്ഞാൽ കോടതി പിന്നെ അതിന് എന്തിനാണ് നീട്ടിക്കൊണ്ടു പോകുന്നത്, അല്ലെങ്കിൽ അഡ്വക്കേറ്റുമാർ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് കോടതിയിൽ ഇഷ്ടം പോലെ കേസുകളാണ്. ആ കേസുകളെല്ലാം തീർപ്പാക്കാൻ പോലും കഴിയുന്നില്ല. ആ രീതിയിൽ അത് സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള എല്ലാ കോടതികളിലും ഇഷ്ടം പോലെ കേസുകളുണ്ടെന്നാണ് പറയുന്നത്, തീർപ്പാകാതെ കിടക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ കേസുകൾ തീർക്കുന്നതിന് കോടതിക്ക് പുറത്ത് വിട്ടുന്ന എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കും. താങ്ക് യു വെരി മച്ച്.